പോയി ഫ്രഷായിട്ട് വാ, എന്നിട്ട് ഇറങ്ങാം. അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയെയും വിയർപ്പ് പൊടിഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിക്രം പറഞ്ഞു. വൈദു വേഗം വാഷ്റൂമിൽ കയറി മുഖം കഴുകി. പിന്നെ മുടി നന്നായി ചീകി ഒരു ക്ലിപ്പ് എടുത്തിട്ടു. ചുണ്ടിൽ ചെറുതായി ചുവപ്പൂൽ പോലെ കിടക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് എടുത്തെറിയുന്നുമുണ്ട്. അവളൊന്ന് പരിങ്ങി. അനു കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ നാളെയാകുമ്പോൾ മാഞ്ഞു പോകുമായിരിക്കും. പക്ഷേ ചന്തുവേട്ടൻ കണ്ടാലോ? വൈദു നഖം കടിച്ച് ആലോചിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു. വിക്രം പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അവിടുന്ന് പോകുമ്പോൾ ആ സ്ഥലം എന്തുകൊണ്ടോ വൈദുവിന് പ്രിയമുള്ളതായി മാറിയിരുന്നു. കോ ഡ്രൈവർ സീറ്റിലിരുന്നു കൊണ്ട് അവൾ ഡ്രൈവ് ചെയ്യുന്ന വിക്രത്തെ നോക്കി. ഡ്രൈവിങ്ങിലാണ് അവൻ്റെ ശ്രദ്ധ മുഴുവൻ. പക്ഷേ ചുണ്ടിലേതോ പാട്ടിൻ്റെ വരികൾ കിടന്ന് മൂളുന്നുണ്ട്. അവൾ നോക്കുന്നത് കണ്ട് വിക്രം അവളെ നോക്കി മൂളി. ഒന്നുമില്ലെന്ന് പറഞ്ഞു വൈദു തിരിഞ്ഞ് സൈഡിലെ കാഴ്ചകളിലേക്ക് നോക്കി. ഇടയ്ക്ക് എപ്പോഴോ അവൻ്റെ വിരലുകൾ അവളുടെ തുടയിൽ അമർന്നിരുന്ന വിരലുകളിൽ തഴുകിപ്പോയപ്പോൾ വൈദു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ അപ്പോഴേക്കും ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുകയായിരുന്നു അവൻ. തൻ്റെ തോന്നലാവാമെന്ന് കരുതി വൈദു നെടുവീർപ്പോടെ സീറ്റിൽ ചാരിക്കടന്നു. വീടെത്താറായപ്പോൾ വൈദു നല്ല ഉറക്കം പിടിച്ചിരുന്നു. ചന്തു പുറത്തേക്ക് ഇറങ്ങി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ വിക്രം കാർ അകത്തേക്ക് കയറ്റി. ചന്തു അവളെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും വിക്രം വേണ്ടെന്ന് പറഞ്ഞു. വിക്രം കാറിൽ നിന്നും അവളെ എടുത്തുകൊണ്ട് നടന്നു. കാറിന്റെ ഡോറടച്ച് പുഞ്ചിരിയോടെ ചന്തുവും പിന്നാലെ നടന്നു. TV കണ്ടുകൊണ്ടിരുന്ന ഉണ്ണിയമ്മ ആദ്യയോടെ എണ്ണീറ്റ് വന്നപ്പോൾ ഒന്നുമില്ലെന്ന് ചന്തു കണ്ണു കാണിച്ചു. വിക്രം പതിയെ സൂക്ഷിച്ച് അവളെയും കൊണ്ട് സ്റ്റെപ്പ് കയറി. കൊച്ചിനെന്താടാ? ആദ്യയോടെ ഉണ്ണിയമ്മ ചോദിച്ചു. എൻ്റെ അമ്മേ, അവർ സേവ് ദ ഡേറ്റ് ഷൂട്ടിന് പോയതാ. വൈദു അറിയാതെ വിക്രം എല്ലാം സെറ്റ് ചെയ്തിരുന്നു. പെണ്ണാകെ ക്ഷീണിച്ചുറങ്ങിപ്പോയതാ. അവനാ പറഞ്ഞ് ഉണർത്തേണ്ടെന്ന്. ചന്തു പറഞ്ഞപ്പോഴാണ് ഉണ്ണിയമ്മയ്ക്ക് ആശ്വാസമായത്. വൈദു നല്ല ഉറക്കത്തിലായിരുന്നു. വിക്രം അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് പുതപ്പെടുത്ത് പുതപ്പിച്ചു കൊടുത്തു. അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ഉമ്മ വെച്ചിട്ട് വാതിൽ ചാരി പുറത്തേക്കിറങ്ങി. ഉണ്ണിയമ്മ അവന് ചൂട് കോഫി ഉണ്ടാക്കി കൊടുത്തു. വിക്രം പുഞ്ചിരിയോടെ അത് വാങ്ങി. വൈദുവിന് വയ്യായികൊന്നും ഇല്ലല്ലോ മോനെ? ഇല്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ഓർമ്മയിൽ ചിരി വന്നുകൊണ്ട് വിക്രം പറഞ്ഞു. ചന്തു, ഇനി ഈ പൂർവ്വശോട് ലീവ് എടുത്തോളാൻ പറഞ്ഞോളൂ. 2 ആഴ്ചയല്ലേ ഉള്ളൂ വിവാഹത്തിന്. ഹോസ്പിറ്റലിൽ വരണ്ടാന്ന് ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞാൽ മതി. ചന്തു തലയാട്ടി അവനെ നോക്കി. അവരോട് യാത്ര പറഞ്ഞ് വിക്രം പുറത്തേക്കിറങ്ങി. നല്ല കുട്ടി. വൈദുവിന് വേണ്ടി ദൈവം കാത്തു വെച്ചത് അവനെ. ഉണ്ണിയമ്മ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ചന്തു നെടുവീർപ്പോടെ നിന്നു. രാവിലെ ഉറക്കമെണ്ണീറ്റ് കൂനിക്കൂടി വരുന്നവളെ ചന്തു നോക്കിയൊന്ന് ആക്കി ചിരിച്ചു. ഇന്നലെ ഏട്ടനാണോ എന്നെ കൊണ്ട് കിടത്തിയേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കൈമലർത്തിക്കൊണ്ട് പറയുന്നവളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു ചന്തു. പിന്നെ എനിക്കതല്ലേ പണി. വെട്ടിയിട്ട വാഴ പോലെ കടന്ന നിന്റെ കെട്ടിയോൻ തന്നെയാ കൊണ്ട കടത്തിയത്. വൈദു അവനെ മിഴിച്ചു നോക്കി. എന്തോന്ന് ഉറക്കം അടി പെണ്ണെ? ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയപ്പോലും അറിയില്ലല്ലോ നീ. ചായയുമായി വന്ന ഉണ്ണിയമ്മ അവളെ ഗൗരവത്തോടെ നോക്കി പറഞ്ഞപ്പോൾ വൈദു ഒന്ന് ഇളിച്ചു കാട്ടി. വൈദു ചായയുമായി ചന്തുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഏട്ടനൊന്ന് പോണ്ടേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നുപോയി കുരുപ്പേ. ചന്തു അവളുടെ ചെവി പിടിച്ചു തിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ വൈദു തുള്ളിപ്പോയി. അതെങ്ങനെ? കല്യാണമായ പിന്നെ ബോധമില്ലല്ലോ നിനക്ക്? അയ്യോ, ഇന്നല്ലേ ഏട്ടൻ്റെ കല്യാണം? വൈദു പെട്ടെന്ന് വാ പൊത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ചന്തു അവളെ നോക്കി കണ്ണുരുട്ടി. അപ്പോഴേക്കും രാധിക അവളെ വിളിച്ചിരുന്നു. 10 മണിക്ക് ദിയയും കൊണ്ട് രാധികയും ഗോപാലും ക്ഷേത്രത്തിലെത്താമെന്ന് പറഞ്ഞു. ശ്രീലകത്തുള്ളവരും സഞ്ജുവും അനുവും അവളുടെ ഏട്ടൻ അനൂപും പിന്നെ ചന്തുവിൻ്റെ 1-2 സുഹൃത്തുക്കളും. അപ്പുറത്തെ 2 വീടുകളിൽ താമസിക്കുന്നവരുമായാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. 10 മണിക്കാണ് മുഹൂർത്തം. 9 മണിയായപ്പോൾ ചന്തു കുളിയൊക്കെ കഴിഞ്ഞ് വാങ്ങി വെച്ചിരുന്ന ക്രീം കളർ ഷർട്ടും കസവും മുണ്ടും എടുത്തെടുത്തു. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്ന വൈദു അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. ഇപ്പം സുന്ദരനായി. അല്ലെങ്കിൽ ഞാൻ സുന്ദരനല്ലേ? വൈദു പുച്ഛിച്ച് പറഞ്ഞപ്പോൾ വൈദു അവനെ നോക്കി കണ്ണുരുട്ടി. ഒരു ചിരിയോടെ ചന്തു അവളെ ചേർത്ത് പിടിച്ചു. മാമ്പഴ മഞ്ഞയും പച്ചയും കലർന്ന ധാവണിയായിരുന്നു വൈദുവിൻ്റെ വേഷം. കയ്യിൽ കരിപ്പച്ച കുപ്പിവളകളും കാതിൽ വലിയ ജിമുക്കയും കഴുത്തിൽ പച്ച പാലക്കാമാലയും നന്നായി ചീകി വിടർത്തിയിട്ട മുടിയിൽ നിറയെ മുല്ലപ്പൂവും വെച്ചിരുന്നു. സഞ്ജു അവൻ്റെ കാറിലാണ് വന്നത്. അതിലാണ് അവർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഉണ്ണിയമ്മ മുണ്ടും നേരിയതുമായിരുന്നു വേഷം. തുമ്പ് കെട്ടിയിട്ട മുടിയിൽ തുളസിക്കതിർ മാത്രം തിരികെ വെച്ചു. നെറ്റിയിൽ ചെറിയൊരു ഭസ്മക്കുറിയും. അമ്പലത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. കാറ് പൂക്കൾ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിരുന്നു സഞ്ജു. അത് കണ്ട് ചന്തു അവനെ നോക്കി. ഒന്നിനൊരു കുറവില്ല, സഞ്ജു ഗമയോടെ പറഞ്ഞു. താലിമാല എടുത്തു വെച്ചു ഉണ്ണിയമ്മേ.
എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മാലയുടെ ബോക്സ് നിന്റെ കയ്യിലുണ്ടല്ലോ? ഉണ്ട്. എങ്കിൽ ഇറങ്ങാം. പ്രാർത്ഥനയോടെ ഉണ്ണിയമ്മ വീട് വിട്ടിറങ്ങി. ചന്തു മുൻപിൽ കയറി, ഉണ്ണിയമ്മയും വൈദുവും പിന്നിലും. അവരവിടെ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് ഗോപാൽ നിൽക്കുന്നുണ്ട്. രാധിക ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്. സഞ്ജു ആ നിമിഷം ഫോണിൽ ഫോട്ടോ എടുത്തു. അവൾ ദിയയെ കാണാൻ അവളിരിക്കുന്ന റൂമിലേക്ക് പോയി. മജന്ത കാഞ്ചീപുരം പട്ടുസാരിയിലും മിതമായ ആഭരണങ്ങളിലും ദിയ വളരെ സുന്ദരിയായിരുന്നു. വൈദു, എനിക്ക് വല്ലാത്ത ടെൻഷനാടി, ദിയ വിറയലോടെ പറഞ്ഞപ്പോൾ വൈദു അവളെ നോക്കി പുഞ്ചിരിച്ചു. അതൊക്കെ കാണും ചേച്ചി, താലി കെട്ടി കഴിയുമ്പോൾ ശരിയാവുന്നേ. നീ ഇവിടെ തന്നെ നിൽക്കടി, ദിയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അനു ഇങ്ങോട്ട് വരുന്നുണ്ട്. ചെറുക്കൻ്റെ പെങ്ങളല്ലേ ഞാൻ, പുറത്ത് അന്വേഷിക്കും. ചേച്ചി ടെൻഷൻ അടിക്കത്, കൂളായിരിക്കുന്നേ, വൈദു അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അനു വന്നിരുന്നു. ഒരു സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. അനു, ചേച്ചിക്ക് ടെൻഷനാണെന്ന്, നീ ഇവിടെ ഇരിക്കണേ, വൈദു അനുവിനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ചേച്ചി പേടിക്കണ്ട, ചന്തുവേട്ട ഭീകരനൊന്നുമല്ല, അനു കളിയായി പറഞ്ഞപ്പോൾ ദിയ അവളെ നോക്കി ചിരിച്ചു. 9:30 ആയപ്പോൾ ശ്രീലകത്തുള്ളവർ എല്ലാവരും എത്തിയിരുന്നു. വിക്രമൊഴികെ മറ്റുള്ളവരെല്ലാം കയറി വന്നപ്പോൾ വൈദുവിന്റെ കണ്ണുകളിൽ നിരാശാഭാവം മൂടി. തിരിഞ്ഞു നടക്കാനാഞ്ഞവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വയം മറന്നു നോക്കി നിന്നുപോയി. കരിപ്പച്ച ഷർട്ടുമിട്ട് മുണ്ടുടുത്ത് പടികൾ കയറി വരുന്നവനെ നോക്കി നിന്നുപോയി വൈദു. മുണ്ടിന്റെ കോന്തല കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. കുഞ്ഞേട്ടത്തി, പെട്ടെന്ന് ചാരു വന്ന് വിളിച്ചപ്പോഴാണ് വൈദു ബോധത്തിലേക്ക് വന്നത്. ചേച്ചിയുടെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാ അത്, ഇങ്ങനെ നോക്കി ചോരയൂറ്റല്ലേ. വൈദു ചമ്മിക്കൊണ്ട് അവളെ നോക്കി. അപ്പോഴേക്കും ലേഖയും വീണയും വന്ന് അവളോട് വിശേഷങ്ങൾ തിരക്കിയിരുന്നു. എല്ലാവരുടെയും നടുവിൽ നിൽക്കുമ്പോഴും കണ്ണുകൾ അവനെ തിരയുന്നുണ്ട്. സാരിയിലേക്ക് വീണ എണ്ണ കഴുകിക്കളയാനായി പൈപ്പിൻ ചുവട്ടിലേക്ക് വന്നതാണ് അനു. കഴുകിയിട്ട് മുന്നോട്ട് നടന്നപ്പോൾ പായലിൽ തെന്നി അനു വീഴാനാഞ്ഞതും ആരോ അവളെ താങ്ങി നിർത്തിയിരുന്നു. സാരി തെന്നി മാറിയ വയറിൽ അവന്റെ വിരലുകൾ പതിഞ്ഞപ്പോൾ അനു വെപ്രാളത്തോടെ കണ്ണു തുറന്നു നോക്കി. സർ, താൻ ഓക്കെ അല്ലേ? അവളെ നേരെ നിർത്തി ഹിരൺമയി ചോദിച്ചു. അനു അപ്പോഴും വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹിരൺമയി വിരലിഞ്ഞൊടിച്ചപ്പോഴാണ് അനു സ്വബോധത്തിൽ വന്നത്. അതെ, അനു പെട്ടെന്ന് പറഞ്ഞു. തിരിഞ്ഞു പോകാനാഞ്ഞ ഹിരൺമയി ഒന്നുകൂടെ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു. പിന്നെ പയ്യെ ചെവിയോട് മുഖമടുപ്പിച്ചു. ഒരു പിൻ കുത്തിയിടോ ദാ ഇവിടെ. നീങ്ങിക്കിടന്ന അരയിലെ സാരിയിൽ പിടിച്ചുകൊണ്ട് ഹിരൺമയി പറഞ്ഞിട്ട് പോയപ്പോൾ അനു തറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴും ക്രമാതീതമായി നെഞ്ചുമിടിക്കുന്നുണ്ട്. മുഹൂർത്തമായതും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ചന്തുവും ദേയും ദേവീനടയിൽ വന്നു നിന്നു. പൂജാരി തട്ടത്തിൽ പൂജിച്ചു കൊണ്ടുവന്ന താലിമാല മുഹൂർത്തമായതും ചന്തു കയ്യിലെടുത്തു. കൈകൂപ്പി നിൽക്കുന്നവളുടെ കണ്ണുകളിലേക്ക് അനുവാദത്തോടെ നോക്കി. അവൾ കണ്ണടച്ചു നിന്നപ്പോൾ ചന്തു അവളുടെ കഴുത്തിലേക്ക് അത് ചാർത്തി. വൈദു പിന്നിൽ നിന്നും അതിന്റെ കൊളുത്ത് നേരെ ഇട്ടുകൊടുത്തു. തട്ടത്തിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ചന്തു അവളുടെ നെറുകയിൽ ചാർത്തി. ഇരുവരും പരസ്പരം പൂമാല ചാർത്തി. പ്രദക്ഷിണം വെച്ച് വരിക, പൂജാരി പറഞ്ഞപ്പോൾ ചന്തു അവളുടെ കയ്യിൽ കോർത്തു പിടിച്ച് 3 പ്രാവശ്യം വലം വെച്ച് വന്നു. അവിടെയുള്ള സദ്യാലയത്തിലായിരുന്നു സദ്യ ഒരുക്കിയിരുന്നത്. അതുകൂടാതെ അടുത്തുള്ള അഗതി മന്ദിരത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണം കൂടി ചന്തുവും ദേയും ഏർപ്പാട് ചെയ്തിരുന്നു. സഞ്ജുവും അനൂപും ഹിരൺമയും വിക്രവും ചന്തുവിന്റെ ഫ്രണ്ട്സുമായിരുന്നു വിളമ്പുകാർ. 100 പേർക്കിരിക്കാവുന്ന സദ്യാലയത്തിൽ 30-ൽ താഴെ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുമിച്ച് വിളമ്പി. ഒട്ടും ജാടയില്ലാതെ സാധാരണക്കാരനെ പോലെ മുണ്ടുമടക്കി കുത്തി സദ്യ വിളമ്പുന്നവനെ വൈദു നോക്കിയിരുന്നു പോയി. അപ്പോഴവൾക്ക് തൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കാത്ത വിക്കിയെ ഓർമ്മ വന്നു. വായി നോക്കിയിരിക്കാതെടുത്ത് കഴിക്കടി. അരികിലായി വിക്രത്തിന്റെ സ്വരം കേട്ടപ്പോൾ വൈദു അവനെ നോക്കി. പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല അവിടെ. വൈദു പിന്നെ വാരി കഴിക്കാൻ തുടങ്ങി. ലേഖയുടെയും രാധികയുടെയും നടുവിലാണ് വൈദു ഇരുന്നത്. രാധികയെ അവൾക്കൊരു ഉരുള നീട്ടിയപ്പോൾ അവൾ വാ തുറന്ന് കഴിച്ചു. ഹിരൺമയി ലേഖയെ നോക്കി. മുഖത്താകെ കുശുമ്പ് കുത്തിയിരിപ്പാണ്. ഇപ്പോൾ അടുത്ത ഉരുള അമ്മ കൊടുക്കുമെന്ന് ഹിരൺമയ്ക്ക് ഉറപ്പായി. അപ്പോഴേക്കും ലേഖ അവളുടെ വായുടെ നേരെ ഒരു ഉരുള നീട്ടിയിരുന്നു. വൈദു അറിയാതെ വാ തുറന്നു കൊടുത്തു. രാധികയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. തന്നെ പോലെ ലേഖയും അവളെ നന്നായി നോക്കുമെന്ന് രാധികയ്ക്ക് ഉറപ്പായി. ഓവറാക്കി ചളമാക്കലെ വല്യമ്മേ. ചാരുവിന്റെ കമന്റ് വന്നപ്പോൾ ലേഖ അവളെ നോക്കി കണ്ണുരുട്ടി. അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ് വിക്രമൊക്കെ ഇരുന്നപ്പോൾ വൈദുവും അനുവും ചാരുവും വീണയും കൂടിയായിരുന്നു വിളമ്പൽ. വിക്രത്തിന് സാമ്പാർ വിളമ്പിയപ്പോൾ കൈ വിറയ്ക്കുന്നത് വൈദു അറിഞ്ഞു. നീ എന്താടി രാവിലെ 2 അടിക്കാത്തവരെ പോലെ? വിക്രം പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ വൈദു അവനെ നോക്കി കണ്ണുരുട്ടി. കുറച്ചു കൂടുതൽ സാമ്പാർ വിളമ്പിക്കൊണ്ട് വൈദു തന്റെ പ്രതികാരം തീർത്തു. പിന്നെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവർ പോകാൻ ഇറങ്ങി. ശ്രീലകത്തുള്ളവർ യാത്ര പറഞ്ഞു പോയെങ്കിലും വിക്രമും ഹിരൺമയും അവരുടെ കൂടെ വീട്ടിലേക്ക് പോന്നു. ഉണ്ണിയമ്മ നൽകിയ നിലവിളക്കുമായി ദിയ കൗസ്തുഭത്തിന്റെ പടി കയറി പ്രാർത്ഥന.
മധുരം കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞ് ദിയെ റൂമിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സഹായിച്ചിട്ട് വൈദു വന്നപ്പോൾ വിക്രം അവളെ നോക്കി. ഉർവശി, ട്രഡീഷണൽ ഡ്രസ്സിലുള്ള സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ഉണ്ട്, പെട്ടെന്ന് വാ, ഹിരൺമയി പറഞ്ഞപ്പോൾ അവൾ വാ തുറന്നു നിന്നു. അപ്പിടി മുഷിഞ്ഞു. വൈദു വല്ലായ്മയോടെ പറഞ്ഞു. ഫോട്ടോയ്ക്ക് മുഷിച്ചിലൊന്നും വരില്ല. വിക്രം ചുണ്ടുകോട്ടി പറഞ്ഞപ്പോൾ സഞ്ജു കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ഇവിടെ അടുത്ത് തന്നെയാ, വേറെ ആരുമില്ല, ഞങ്ങളൊക്കെ തന്നെയാ, ഹിരൺമയി പറഞ്ഞു. അനുവും അനൂപും ഉണ്ടായിരുന്നു അവിടെ. അനുവിന് രാവിലത്തെ സംഭവത്തിന് ശേഷം ഹിരൺമയെ നോക്കുമ്പോൾ വല്ലാത്തൊരു വിറയലാണ്. പക്ഷെ അവൻ സാധാരണ പോലെയാണ് പെരുമാറുന്നത് താനും. ചെറുതായി മുഖം കഴുകി വീണ്ടും കണ്ണിൽ കരിയൊക്കെ എഴുതി വൈദു ഇറങ്ങി വന്നു. പിന്നെ 6 പേരും കൂടി നടന്ന് പാടത്തിന്റെ അടുത്തേക്ക് പോയി. ഹിരൺമയായിരുന്നു ഫോട്ടോഗ്രാഫർ. നെൽക്കതിരിൽ തഴുകി നടന്ന് വരാൻ രണ്ടാളോടും പറഞ്ഞുകൊണ്ട് ഹിരൺമയി ഫോട്ടോ എടുത്തു. ഒപ്പം വീഡിയോ പിടുത്തം സഞ്ജു ആയിരുന്നു. ആരും പറയാതെ തന്നെ വിക്രം വൈദുവിനെ കയ്യിൽ കോരിയെടുത്ത് നടന്നു. വൈദു മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. കോണും പോലെയല്ലോ, ഒടുക്കത്തെ വെയിറ്റ് തന്നെ, വിക്രം പറഞ്ഞപ്പോൾ വൈദു അവനെ കലിപ്പോടെ നോക്കി. നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്നെ എടുക്കാൻ? കിടന്നിരിയാതടി കോന്താരി മോളെ, ഉടച്ചു പിടിഞ്ഞ് ചമ്മന്തി അരച്ച് കപ്പയും കൂടി കഴിക്കും ഞാൻ, അവൻ പറഞ്ഞപ്പോൾ വൈദു വാ പൂട്ടി. പിന്നെ അവർ വീട്ടിലേക്ക് പോയി. വൈകുന്നേരം എല്ലാവരും തിരിച്ചുപോയി. ചന്തു TV കാണുകയായിരുന്നു. ഭക്ഷണം വിളമ്പി കഴിച്ചു കഴിഞ്ഞ് ഉണ്ണിയമ്മയും വൈദുവും കൂടി ദേയോട് സംസാരിച്ചിരുന്നു. 9 മണിയായപ്പോൾ വൈദു ദേയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സെറ്റ് മുണ്ടൊക്കെ ഉടുപ്പിച്ച് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് സുന്ദരിയാക്കി കൊണ്ടുവന്നു. ഉണ്ണിയമ്മ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പാൽ നിറച്ച ഗ്ലാസ് എടുത്തു കൊടുത്തു. പിന്നെ വൈദു അവളെ ചന്തുവിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വൈകിട്ട് സഞ്ജുവും അനുവും വൈദുവും കൂടി കയറി മുറിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചന്തുവിനെ മുറിക്കകത്ത് കയറ്റിയിരുന്നില്ല. TV കണ്ടുകൊണ്ടിരുന്ന ചന്തുവിനെ വഴക്കു പറഞ്ഞ് ഉണ്ണിയമ്മ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ചന്തു റൂമിലെത്തി വാതിൽ ചേർത്തടയ്ക്കുമ്പോൾ ബെഡിൽ നിന്നും ദിയെ എണീറ്റ് നിന്ന് അവനെ നോക്കി. ഇരുവർക്കും പരസ്പരം നോക്കാൻ ഒരു ചമ്മല് പോലെ. ചന്തു അവളെ ഒന്ന് നോക്കി, എന്നിട്ട് പോയി ബെഡിലിരുന്നു. എടോ, അതൊക്കെ മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് എടുത്ത് ചെന്ന് കിടക്കുക. എനിക്കെന്തായിരിക്കും അറിയാം, പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ കുറച്ച് സമയം ആവശ്യമാണെന്ന്. താൻ ഇങ്ങനെ പേടിയോടെ നിൽക്കണ്ട, ചന്തു പുഞ്ചിരിയോടെയാണ് പറഞ്ഞത്. ദിയയ്ക്കതൊരു ആശ്വാസമായിരുന്നു. അവൾ വാഷ്റൂമിൽ കയറി ഡ്രസ്സ് മാറ്റി നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. ബെഡിന്റെ ഒരറ്റത്തായി കിടന്നു. ചന്തു ഉറങ്ങാതെ മലർന്നു കിടക്കുകയായിരുന്നു. ദിയ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവനെ നോക്കി. റൂമിലും ബെഡിലുമെല്ലാം പൂക്കൾ അലങ്കരിച്ചിരുന്നത് അവനെടുത്തു മാറ്റിയിരുന്നു. അവളുടെ തലമുടിയിൽ ചൂടിയ മുല്ലപ്പൂവിന്റെ വാസന മൂക്കിൽ തുളച്ചു കയറുന്നുണ്ട്. ഉറക്കം വരുന്നില്ലേ? ചന്തു അവളുടെ നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, കുറച്ച് നാളുകളെ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ പക്ഷേ ആ ഒറ്റപ്പെടൽ തോന്നുന്നില്ല, എല്ലാവരും ഉണ്ടെന്ന് തോന്നില്ല, അവൾ ഡ്രസ്സിയോടെ പറഞ്ഞപ്പോൾ ചന്തു അവളുടെ നേരെ കൈനീട്ടി. ആദ്യം ഒന്ന് പതറിയെങ്കിലും ദിയെ അവനോട് ചേർന്ന് കിടന്നു. ചന്തു അവളെ നെഞ്ചോട് ചേർത്ത് കിടന്നു. നെറുകയിൽ മുഖം അമർത്തി വെച്ചു. ദിയയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു. അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുറങ്ങിയതോർത്തപ്പോൾ വിതുമ്പലോടെ അവൾ അവനെ മുറുക്കി പിടിച്ചു. ഒറ്റയ്ക്കല്ല നീ, ഞാനുണ്ട്. എൻ്റെ ഹൃദയതാളം നിനക്കിനി താരാട്ടാവും ദിയ, ഉറങ്ങിക്കോ, അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് ചന്തു പറഞ്ഞപ്പോൾ ദിയയ്ക്ക് സന്തോഷം കൊണ്ട് നെഞ്ചു വിങ്ങി. ആദ്യം അവൾ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അവനും. ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ വിക്കിയെ കാത്തിരുന്നത് അവനെ തകർക്കാൻ പോകുന്നൊരു സത്യമായിരുന്നു. എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുന്ന അവനെ സഹതാപത്തോടെ നോക്കി രാധിക. ഊരോ പേരോ അറിയാതെ നീ പ്രണയിച്ചവൾ പെട്ടെന്നൊരു ദിവസം നിന്നെ തനിച്ചാക്കി എങ്ങോട്ടോ പോയവൾ അല്ലേ വിക്കി? അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധികയുടെ മടിത്തട്ടിലേക്ക് വീണു. അറിഞ്ഞില്ലമ്മ, ഞാൻ താലി കെട്ടിയ പെണ്ണായിരുന്നു എൻ്റെ മിലിയെന്ന് ഞാൻ. തൊണ്ടയിൽ നിന്നൊരു ഗദ്ഗതം വന്നു നിറഞ്ഞു. രാധികയുടെ കണ്ണ് നിറഞ്ഞു പോയി. അവളെ നിനക്ക് വിധിച്ചിട്ടില്ല വിക്കി, നീയായി പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞതല്ലേ. ഇനി ഒരിക്കലും അവളെ നീ ഓർക്കുക കൂടി ചെയ്യരുത്. പെട്ടെന്ന് വിക്കി രാധികയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് തുറച്ചു നോക്കി. ഇല്ല, അവൾ എൻ്റേതാ, ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. അവൻ്റെ മുഖം ചുവന്നിരുന്നു. അടുത്തയാഴ്ച അവളുടെ വിവാഹമാണ് വിക്കി. എല്ലാ രീതിയിലും വൈദു തയ്യാറെടുത്ത് കഴിഞ്ഞു വിവാഹത്തിന്. വിക്രത്തോട് അവൾക്ക് ഇഷ്ടവും തോന്നി തുടങ്ങി. അവൻ ഇനി ആർക്കും അവളെ വിട്ടുകൊടുക്കില്ല. ഒന്നുമില്ലെങ്കിലും സത്യങ്ങളൊന്നും അവൾക്കറിയില്ല, ആർക്കും അറിയില്ല. നീ പ്രണയിച്ചത് അവളെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഇന്നല്ലേ വിക്കി? നിനക്കൊരിക്കലും പ്രണയം തോന്നിയത് വൈദുവിനോടല്ല, അവളുടെ ആ കത്തുകളോടായിരുന്നു, അവളുടെ എഴുത്തിനോടായിരുന്നു അല്ലേ? വിക്കി രാധികയെ നോക്കി തലകുനിച്ചു. നോക്ക് വിക്കി, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഓർമ്മകളുള്ളത് ഒരിക്കലും പ്രണയമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവൾ നിനക്കൊപ്പം ഉണ്ടായിരുന്ന 3 വർഷം നീ അത് തിരിച്ചറിയുമായിരുന്നു. വൈദുവിനെ ഒരിക്കലും നീ സ്നേഹിച്ചിട്ടില്ല. ഒരുപക്ഷെ സത്യം അറിഞ്ഞാലും നിനക്കവളെ സ്നേഹിക്കാൻ കഴിയില്ല ആത്മാർത്ഥമായി. അമ്മ,
ശരിയാ, തെറ്റ് ചെയ്തു ഞാൻ. അവളെ പുറംകാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞതാണ്. പക്ഷേ അതെന്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്ന ആ മുഖമറിയാത്ത, പേരറിയാത്ത ആ പെണ്ണിനോടുള്ള പ്രണയം കൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും അവളെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുടെ കാത്തിരുന്ന് എനിക്ക് വൈദേഹിയെ അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. അവൾക്ക് യാതൊരു പ്രതീക്ഷയും കൊടുക്കാൻ തോന്നിയില്ല. ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ആർക്കും മനസ്സിലൊരാളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. വിക്കി എഴുന്നേറ്റുകൊണ്ട് രാധികയെ നോക്കി. രാധിക അവനെ സൂക്ഷിച്ചു നോക്കി. ഇനി അമ്മ കാണാൻ പോകുന്നത് യുദ്ധമാണ്. സീതാ സ്വയംവരത്തിന് വേണ്ടിയുള്ള രാമരാവണ യുദ്ധം. വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നവനെ നോക്കി ഞെട്ടലോടെ രാധിക എണ്ണീറ്റ് നിന്നു. അവൻ കാറുമെടുത്ത് പുറത്തേക്ക് പോയപ്പോൾ രാധിക തളർച്ചയോടെ സോഫയിലിരുന്നു. കായൽക്കരയിൽ ഇളനീരും കുടിച്ച് കാറിന്റെ ബോണറ്റിൽ ചാരി നിൽക്കുകയായിരുന്നു വിക്രം. തൊട്ടുമുന്നിലായി പ്രതീക്ഷിച്ച ആളിന്റെ കാറ് വന്നു നിന്നപ്പോൾ വിക്രം കരിക്ക് വലിച്ചു കുടിച്ചുകൊണ്ട് കരിക്ക് ദൂരേക്കെറിഞ്ഞും മാറിൽ കൈകെട്ടി നോക്കി നിന്നു. ഇരുവരും പരസ്പരം തീക്ഷ്ണമായ നോട്ടമെറിഞ്ഞു.